ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഉണ്ടാക്കുന്നൊരു സാധനമാണ് കേട്ടോ. വേറൊന്നുമല്ല, കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള കമ്മലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുന്തൻ സ്റ്റോൺസ്, പിന്നെ കമ്മലിൻ്റെ ഒരു എന്താ ഒരു ഇതിൻ്റെ പേരെനിക്കറിയില്ല, അത് OHP ഷീറ്റ്, ഗ്ലൂ, അതുപോലെ ബട്ടണ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 2-3 സൈസിലുള്ള കുന്തൻ സ്റ്റോൺസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാൾ കൊണ്ട് നമ്മൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്ന് നോക്കുമ്പോൾ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള കമ്മൽ. നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ ശരിയാവുമോ എന്ന് അറിയാത്തത് കൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഉണ്ടാക്കി നോക്കിയേ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ശരിയാവുമെന്ന് ഉറപ്പില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ നമ്മൾ ഈ കുന്തൻ സ്റ്റോൺസ് പിക്ക് ചെയ്യുന്ന ഒരു പെൻസിലോ പെന്നോ എന്തോ ഉണ്ടായിരുന്നു, പേരെനിക്കറിയില്ല. ഈ ഐറ്റംസിനൊന്നും പേരെനിക്ക് കറക്റ്റ് അറിയില്ല പറയാനെ കൊണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വിട്ടുപോയി എന്നല്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതായത് കൊണ്ട് തന്നെ ശരിയാവുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പം അധികം ബഡ്ജറ്റ് മുടക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ഒഴിവാക്കിയതാണ്. പക്ഷേ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അത് ഭയങ്കര പാടായിട്ട് തോന്നി. അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകുമായിരിക്കും എന്ന് തോന്നി. കാരണം ഇതിൽ കുന്തൻ സ്റ്റോൺസ് നമ്മൾ ഗ്ലൂ പുരട്ടി കഴിഞ്ഞിട്ട് സ്റ്റോൺസ് നമ്മൾ അതിലോട്ട് വെക്കുമ്പോഴത്തേക്കും പശ നമ്മുടെ കയ്യിലായിട്ട് നമുക്ക് ആ സ്റ്റോൺസ് കറക്റ്റ് അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. അത് നമ്മുടെ കയ്യിൽ തന്നെ ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് അവിടെ ഇട്ട് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ വെക്കാനോ അല്ലെങ്കിൽ കറക്റ്റ് അവിടെ തന്നെ വെക്കാനോ ഒന്നും നല്ല രീതിയിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല സഹായകരമാകുമായിരിക്കും നമുക്ക്. അതൊരബദ്ധം പറ്റി. പക്ഷേ എന്നാലും നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സംഭവം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ചേരുന്നുമുണ്ട് കേട്ടോ. പക്ഷേ ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിട്ട് എനിക്ക് ആ ഷേപ്പൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അത് വേറൊരു കാര്യം. കാരണം ഞാൻ ഇത് ഗ്ലൂ വെച്ചിട്ട് സ്റ്റോൺസ് ഒട്ടിച്ചിട്ട് ഉണങ്ങാനൊന്നും ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉണങ്ങാനൊന്നും ടൈം കൊടുക്കാതെ തന്നെ ഞാനത് കട്ട് ചെയ്തെടുത്തു സിസർ വെച്ചിട്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയി. എങ്കിലും കുഴപ്പമില്ല, ആരും കുറ്റം പറയാത്ത രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് കമ്മൽ പിറ്റേന്ന് തന്നെ രാവിലെ തന്നെ ഇട്ടുകൊണ്ടും പോയി. ജോലിക്ക് പോയപ്പോൾ അത് ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ കണ്ടവരൊക്കെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പേര് എനിക്ക് അവർക്കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ആ സംഭവം എല്ലാം, അതായത് കമ്മലിൻ്റെ നമ്മൾ കാതിലോട്ടിടുന്ന ഒരിത്, അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചിട്ട് അധികം ഉണങ്ങാനായിട്ട് ടൈം കൊടുക്കാതെ ഞാനത് ചെയ്യേണ്ടായിരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഔട്ട്പുട്ട് എനിക്കിട്ടിട്ട് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അത് നമ്മളെക്കൊണ്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എന്തൊരു കാര്യമായാലും നമ്മൾ അതിനൊരു എഫേർട്ടിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും പറ്റുമെന്ന് മനസ്സിലായ ഒരു കാര്യമായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഇതിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് OHP ഷീറ്റ് വെച്ചിട്ടൊന്ന് നമ്മൾ ചെറിയ തീ കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണമായിരുന്നു ആ OHP ഷീറ്റ്. അത് സൈഡിലോട്ട് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാനങ്ങ് ചെയ്യാൻ മറന്നുപോയി. പക്ഷേ എന്തായാലും നല്ലതായിരുന്നു.